ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് സീരീസിനെ പറ്റിയിട്ടാണ്. അപ്പം ഇൻഫിനിറ്റ് സീരീസിലെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീരീസാണ് ഗ്രാൻഡീസ് സീരീസ്. അപ്പം ഇതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും സീരീസുകളെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. സീരീസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു സ്പെസിഫിക് പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടേംസ്. ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ് ടേംസ് ഉണ്ട്, അവരൊരു പാറ്റേൺ ഫോളോ ചെയ്യും. സോ ഗ്രാൻഡി സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് ആൻ ഇൻഫിനിറ്റ് സീരീസ് ആൻഡ് ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്: 1 മൈനസ് 1 പ്ലസ് 1 മൈനസ് 1 പ്ലസ് 1 മൈനസ് 1 പ്ലസ് 1 മൈനസ് 1 പ്ലസ് 1 മൈനസ് 1 ആൻഡ് സോ ഓൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റ് സീരീസ്. അപ്പം ഗ്രാൻഡി എന്ന് പറഞ്ഞാൽ 1703 വർഷത്തിലെ ഇറ്റലിയിലുള്ള ഒരു മാത്തമാറ്റീഷ്യനാണ്. മൂപ്പര് ഒരു പ്രീസ്റ്റും കൂടിയാണ്. അപ്പം മൂപ്പരാണ് ആദ്യമേ ഈ ഒരു സീരീസുമായിട്ട് മുന്നോട്ട് വന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ക്യൂരിയോസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിൽ നമുക്ക് ആ വാല്യൂസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾക്കിപ്പം ഈ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഐഡിയാസാണ് ആദ്യമേ മനസ്സിലോട്ട് വരിക. ഫസ്റ്റ് എന്തായിരിക്കും, ഈ 1 മൈനസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്. അതിൻ്റെ കൂടെ വീണ്ടും ഒരു 1 മൈനസ് 1 ആഡ് ചെയ്യാണ്. അതിൻ്റെ കൂടെ വീണ്ടും ഒരു 1 മൈനസ് 1 ആഡ് ചെയ്യാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ സീരീസ്. അപ്പോൾ എഫക്റ്റീവ്ലി ഇത് എന്ത് തന്നെയാണ്, 0 പ്ലസ് 0 പ്ലസ് 0 എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് വരും, 0. ഇത് ഡസ് മേക്ക് സെൻസ്. അപ്പം ഒരു ഇൻഫിനിറ്റ് സീറോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ 0 തന്നെ ആയിരിക്കും. അപ്പം 0 ഇസ് വൺ വാല്യൂ വി ക്യാൻ അസൈൻ ടു ദ സീരീസ്. ഈ വേറൊരു തരത്തിൽ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 1 അവിടെ വെക്കാം, എന്നിട്ട് ബാക്കി ടേംസിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് വെക്കാം. 1 മൈനസ് 1 ഇത് അഡീഷനാണ്. 1 മൈനസ് 1 പ്ലസ് 1, വീണ്ടും മൈനസ് 1 പ്ലസ് 1 മൈനസ് 1 പ്ലസ് 1 എക്സെട്ര. ഇവിടെ എന്ത് വരും, ആദ്യത്തെ 1 മാത്രം അതേപോലെ ഇരിക്കും, ബാക്കിയെല്ലാം സീറോസ്. അപ്പോൾ എഫക്റ്റീവ്ലി ഇതിൻ്റെ വാല്യൂ എന്ത് വരും, 1 പ്ലസ് ഇൻഫിനിറ്റ് സീറോസ് വിച്ച് ഇസ് അഗെയിൻ 1. അപ്പോൾ നമുക്ക് രണ്ട് ആൻസേഴ്സ് കിട്ടി. ഒന്ന് 0 ആണ്, ഒന്ന് 1 ആണ്. അപ്പോൾ ഗ്രാൻഡി ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തായിരിക്കും ഇതിൻ്റെ ശരിയായിട്ടുള്ള വാല്യൂ എന്നുള്ളത്. നൗ വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഓൾജിബ്രൈക്കലി നമുക്ക് ഇതിനൊരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എസ് ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മൈനസ് 1 പ്ലസ് 1 മൈനസ് 1 പ്ലസ് 1 മൈനസ് 1 അല്ലേ. ഈ എസ് ജിനെ ഇതിനെ ഞാൻ ഇവിടുന്ന് ഒരു 1 മൈനസ് കോമൺ എടുത്ത്, അപ്പോൾ എന്ത് വരും, 1 മൈനസ് 1 പ്ലസ് 1 മൈനസ് 1 പ്ലസ് 1 മൈനസ് 1 എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് വന്നു, 1 മൈനസ് ഇതെന്താണ്, ദിസ് ഇസ് എസ് ജി ഇറ്റ് സെൽഫ്. സോ 1 മൈനസ് എസ് ജി എന്ന് വരും. എസ് ജി ഈസ് ഈക്വൽ ടു 1 മൈനസ് എസ് ജി, അതർവൈസ് 2 എസ് ജി ഈസ് ഈക്വൽ ടു 1. അപ്പം നമുക്ക് എസ് ജിയുടെ വാല്യൂ എന്ത് കിട്ടും, 1/2. ഈ എസ് ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എസ് സീരീസ് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ജി ഗ്രാൻഡീസ് ഡിനോട്ട് ചെയ്യാൻ, എസ് എന്ന് വെച്ചാൽ സീരീസ്. സോ ഗ്രാൻഡിയുടെ സീരീസ് ഡിനോട്ട് ചെയ്യാനാണ് എസ് ജി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വാല്യൂ കിട്ടി, 1/2. അപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ആദ്യം നമുക്ക് 0 കിട്ടി, അത് നമുക്ക് കണ്ടപ്പോൾ പ്രത്യേകിച്ച് തെറ്റൊന്നും തോന്നിയില്ല. 1 കിട്ടി, അതിലും തെറ്റൊന്നും തോന്നിയില്ല. അപ്പോൾ ഓൾജിബ്രൈക്കലി നോക്കിയപ്പോൾ 1/2 കിട്ടുന്നുണ്ട്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 0യുടെയും 1ൻ്റെ ആവറേജ് ആണ് ഈ ഹാഫ് എന്ന് പറയുന്നത്. അപ്പം ഗ്രാൻഡി ഇങ്ങനെ ഈ 1703 മൂപ്പര് ഈ സീരീസുമായിട്ട് ബന്ധപ്പെട്ട് റീസേർച്ച് നടത്തുന്നത്. അപ്പം മൂപ്പർക്ക് ഇങ്ങനെ വെറൈറ്റി ഓഫ് വാല്യൂസ് കിട്ടി. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ സീരീസിൻ്റെ തുടക്കം നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സീരീസിനെ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ പൊതുവെ സീരീസിനുള്ള ഡിഫൈൻ ചെയ്യുക രണ്ട് തരത്തിലാണ്. സീരീസസ് ക്യാൻ ബി ഐദർ കൺവേർജൻറ്റ് ഓർ ഡൈവേർജൻറ്റ്. കൺവേർജൻറ്റ് സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇറ്റ് അപ്രോച്ചസ് എ സ്പെസിഫിക് വാല്യൂ. അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞത് അപ്രോച്ചസ് എ ലിമിറ്റ്. അതിൻ്റെ എക്സാമ്പിളാണ് 1/2, 1/4, 1/8 എക്സെട്ര. ഇതിൻ്റെ സം എത്ര, ഇതിൻ്റെ സം 2 ആണ് വരിക.
നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഫിനിറ്റ് ജിയോമെട്രിക് സീരീസിന് സം 2 ആണ്. അല്ലെങ്കിൽ സീരീസ് എന്താവും, ഡൈവേർജൻ്റ് ആവും. ഡൈവേർജൻ്റെ ഒരു എക്സാമ്പിൾ പ്രൈം നമ്പേഴ്സ് എടുക്കാം, അതായത് 2, 3, 5, 7, 11 എക്സെട്ര. അപ്പോൾ ഇത് ഒരു ഡൈവേർജ് സീരീസ് ആണ്, കാരണം ഇതിൻ്റെ സമ്മ് വലുതായി പോയിക്കൊണ്ടിരിക്കുക. അതേസമയം ഇവിടെയാണെങ്കിൽ സമ്മ് 1 + 1.5 ആയി, 1.75 ആയി, ഇങ്ങനെ കുറഞ്ഞ് ഒരു 1.9999 ആയിക്കൊണ്ടിരിക്കുക, അതായത് 2നെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ സമ്മ് 2 വരും. നൗ ഗ്രാൻഡി സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ? ഇത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് അറിയാൻ നമ്മൾ പൊതുവെ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യുന്നതാണ്. പാർഷ്യൽ സംസ് എടുത്ത് നോക്കുക. പാർഷ്യൽ സംസിൻ്റെ വാല്യൂ എവിടെയെങ്കിലും അപ്രോച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. പാർഷ്യൽ സംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഫസ്റ്റ് പാർഷ്യൽ സം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടേം വരെയുള്ള ടേംസിൻ്റെ സമ്മ്. ഇപ്പോൾ ഫസ്റ്റ് പാർഷ്യൽ സം എന്ന് വെച്ചാൽ ആദ്യത്തെ ടേമിൻ്റെ അതേപോലെ എഴുതുക. സെക്കൻഡ് പാർഷ്യൽ സം എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ആഡ് ചെയ്തിട്ട് അതിൻ്റെ സം 1 - 1 0. തേർഡ് പാർഷ്യൽ സം എന്ന് പറയുമ്പോൾ ഈ 3 ടേം ആഡ് ചെയ്തിട്ട് എഴുതുക. അപ്പം വീണ്ടും 1 വരും. അങ്ങനെ 4 എന്ന് പറയുമ്പോൾ 0 1 0 1 0 1 0 എക്സെട്ര. ഇവിടെ എന്താണ്, പാർഷ്യൽ സം 1 0 തമ്മിൽ ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതേസമയം ഇതിൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ ലിമിറ്റിലോട്ട് അപ്രോച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ സീരീസിനാണെങ്കിൽ ഒരു 2 അപ്രോച്ച് ചെയ്യായിരുന്നെങ്കിൽ ഇത് നമുക്ക് കൺവേർജൻ്റ് ആണ്. പക്ഷേ ഇത് അപ്രോച്ച് ചെയ്യാത്ത സ്ഥിതിക്ക് ഇതിൻ്റെ വാല്യൂ എന്താണ്, ജസ്റ്റ് ഡൈവേർജൻറ്റ് സീരീസ് ആണ്. അപ്പോൾ പൊതുവേ ഡൈവേർജൻറ്റ് സീരീസിനുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 1 എടുത്താലും 0 എടുത്താലും ഹാഫ് എടുത്തു കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഇതുവരെ കണ്ടുപിടിച്ച രീതിയിൽ നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ കഴിയില്ല, കാരണം ഇത് ഡൈവേർജൻറ്റ് സീരീസ് ആണ്. അതേസമയം ഒരു കൺവേർജൻറ്റ് സീരീസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിനൊരു വാല്യൂ കൊടുക്കാൻ പറ്റുമായിരുന്നു. സോ ഇനി ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈവേർജൻറ്റ് സീരീസിന് നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഷെസാറോ സമ്മേഷൻ എന്ന് വിളിക്കുക. ഷെസാറോ സമ്മേഷൻ. ഷെസാറോ സമ്മേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എർണസ്റ്റോ ഷെസാറോ എന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റീഷ്യൻ കൊണ്ടുവന്ന ഒരു മെത്തേഡാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രാൻഡി സീരീസ് പോലുള്ള ഡൈവേർജൻറ്റ് സീരീസിന് വാല്യൂസ് അസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഷെസാറോ സമ്മേഷൻ എന്ന് പറയുമ്പം നമ്മൾ ജനറൽ സമ്മേഷൻ അല്ല, ഇതിവിടെ നമ്മൾ ഒരു ഷെസാറോ സമ്മേഷൻ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ രീതിയിലാണ് ഇതിന് വാല്യൂ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സമ്മ് നമുക്ക് പറയാൻ പറ്റില്ല, ഷെസാറോ സം എന്ന് എടുത്ത് പറയേണ്ടി വരും. അപ്പം ഷെസാറോ സം എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് നമ്മൾ ഷെസാറോ സം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് ദ ആവറേജ് ഓഫ് ദ പാർഷ്യൽ സംസ്. ആവറേജ് ഓഫ് പാർഷ്യൽ സംസ്. പാർഷ്യൽ സംസ് എന്തൊക്കെയാണ്? 1 0 1 0 1 0 1 0 1 0. അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ ആദ്യത്തെ ടേം മാത്രം എടുക്കുമ്പോൾ 1 തന്നെയാണ്, 1/1. 1 + 0/2 1/2. 1 + 0 + 1/3 2/3. 1 + 0 + 1 + 0/4 2/4 വരും, വീണ്ടും 1/2. 1 + 1 + 3/5. അടുത്ത വീണ്ടും 3/6 വരും, 1/2. അടുത്തത് 4/7. അടുത്തത് 4/8 വരും, വീണ്ടും 1/2. അടുത്ത എന്ത് വരും? 5/9. അടുത്തത് 5/10 വരും, വീണ്ടും 1/2 എക്സെട്ര. ഇതിൻ്റെ വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേത് 1 ആണ്, ഹാഫ്, 2/3 ഹാഫ്, 3/5 ഹാഫ്, 4/7 ഹാഫ്, 5/9 ഹാഫ്. അപ്പോൾ എല്ലാ ഓൾട്ടർനേറ്റ് ടേംസും 1/2 ആണെന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ ബാക്കിയുള്ള ടേംസ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആദ്യത്തെ ടേം 1 ആണ്, രണ്ടാമത്തെ ടേം എന്താ 0.67 വരും, മൂന്നാമത്തെ ടേം 0.6 വരും, അടുത്ത ടേം 4/7 എന്ന് പറഞ്ഞാൽ 0.57 ആയി, അടുത്ത 5/9 ആകുമ്പോഴോ 0.55. അപ്പം നമുക്കറിയാം എല്ലാ ഓൾട്ടർനേറ്റ് ടേംസും 1/2 ആണ്, അതായത് 0.5 ആണ്. അതേസമയം ബാക്കി ടേംസ് 0.5 അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ട് 0.5
0 സംതിങ് അങ്ങനെ വരും. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആവറേജ് ഓഫ് പാർഷ്യൽ സംസിന് ഒരു പർട്ടിക്കുലർ വാല്യൂ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 1/2 അതർവൈസ് 0.5. അപ്പം ഈ വാല്യൂ ആണ് ഇതിൻ്റെ ഷെസാറോ സം. സോ ഷെസാറോ സം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ഓഫ് പാർഷ്യൽ സംസ്. ആവറേജ് ഓഫ് പാർഷ്യൽ സംസ് എവിടെയെങ്കിലും ഒരു ലിമിറ്റിലേക്ക് എത്തണം, എന്നാലേ അതിന് ഷെസാറോ സം ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ഗ്രാൻഡി സീരീസിൻ്റെ ഷെസാറോ സം ആണ് എത്ര? 1/2. ഇതാണ് ഈ സീരീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഷെസാറോ സമ്മിന് പുറമെ നമുക്ക് രാമാനുജൻ സം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏബൽ സം എന്ന് പറഞ്ഞ് വേറെ കോൺസെപ്റ്റ്സ് ഉണ്ട്. ഓൾറെഡി നമ്മളെ വീഡിയോ കുറച്ച് ലെങ്ത് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് വേറെ വീഡിയോസിൽ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതാണ് ഗ്രാൻഡി സീരീസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇൻസൈറ്റ്സ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു.